എംപിക്കെതിരെ MLA നിർത്തിക്കൊണ്ടുള്ള മാറ്റമാണ് ആലോചിക്കുന്നത്. പക്ഷേ നമ്മുടെ വിഷയം കുറച്ചുകൂടി വനിതാ ശാക്തീകരണം എന്ന വിഷയത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഞാൻ ചിന്തയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തമാശയായിട്ടല്ല. ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ. ഇപ്പോൾ ഈ വനിതാ സംവരണമൊക്കെ വന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ആ രൂപത്തിൽ സ്വാംശീകരിക്കുന്ന ഒരു വിഷയം നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയാണുള്ളത്. CPM-നെ സംബന്ധിച്ചും അങ്ങനെ പറയാനില്ല. KK ശൈലജയെ പോലുള്ള നേതാവുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മുന്നണി എന്ന നിലയ്ക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു വാദമായിട്ട് ശൈലജ ടീച്ചർ അടക്കം പറയുന്നത്. പക്ഷെ അത് മതിയോ? LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനകത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളതെന്ന് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. LDF-ന് തീർച്ചയായും UDF-നേക്കാൾ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പിനകത്തുണ്ട്. ഇപ്പോൾ എറണാകുളത്തായാലും KSTയുടെ നേതാവായിട്ടുള്ള KJ ഷൈൻ ടീച്ചർ മത്സരിക്കുകയാണ്, ശൈല ടീച്ചർ മത്സരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ. അതോടൊപ്പം തന്നെ ശ്രീമതി ആനി രാജ, അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന വളരെ ശക്തമായിട്ടുള്ള വനിതാ മുഖങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൽ മത്സരിക്കുന്നത്. പക്ഷേ ഇത്രയും മതിയോ എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പാക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സ്ത്രീകളെന്ന നിലയിൽ നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്തെ നേതൃത്വവും അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ ഈ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയിട്ടും അത് ഇത്രയധികം കാലതാമസം അതിനകത്ത് സ്വീകരിച്ചുകൊണ്ടൊരു സമീപനം സ്വീകരിക്കുന്നത് തന്നെ അതിനകത്തുള്ളൊരു പൊള്ളത്തരം പുറത്തു വരികയാണ്. കൂടുതൽ സ്ത്രീകൾ വരും കാലങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുകളിലേക്കും ജനാധിപത്യ വേദികളിലേക്കും വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പാർട്ടി തലപ്പത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം തോന്നുന്നു. ഇപ്പോൾ DCC പ്രസിഡൻ്റായി കുറച്ചു കാലം, അത് തന്നെ വനിതകളെന്ന് വെച്ചാൽ രണ്ടാമത്തെ വനിത അല്ലേ, പിന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ DCC പ്രസിഡന്റ് ഒരു വനിത എന്ന നിലയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യാൻ സാധിച്ചു? തീർച്ചയായും ഒരു വനിത എന്ന നിലയിൽ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തകർന്ന് എന്നുവെച്ചാൽ 11 അസംബ്ലി മണ്ഡലങ്ങളിലും LDF-ൻ്റെ MLA-മാർ ജയിച്ച് പഞ്ചായത്തുകളിൽ വിരലിലെണ്ണാവുന്നത് പോലും അത്രയും പഞ്ചായത്തില്ലാതെ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഇല്ലാതെ, ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായി അമ്പയെ പരാജയപ്പെട്ടിടത്താണ് 2016 ഡിസംബർ മാസം 8-ാം തീയതി DCC പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷം 2021 ഓഗസ്റ്റ് 29-ാം തീയതി ആ സ്ഥാനത്തു നിന്ന് മാറുമ്പോഴേക്കും ഇവിടെ 2 MLA-മാരുണ്ടായി. മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വൻപിച്ച മുന്നേറ്റം. ജയിച്ചില്ലെങ്കിൽ പോലും ഒരു 2500 വോട്ടുണ്ടായിരുന്ന 3 അസംബ്ലി ജയിക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അത്രയും വലിയ മുന്നേറ്റം നടന്നു. ബാക്കി മണ്ഡലങ്ങൾ ഇപ്പം 43,000-അടുത്ത് LDF ജയിച്ച മണ്ഡലം 10,000-ൽ ധനകാര്യമന്ത്രി വിറപ്പിക്കുന്ന രീതിയിൽ അടക്കം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു. രാഷ്ട്രീയമായി പഞ്ചായത്തുകൾ കൂടുതൽ UDF-ന് ലഭിച്ചു, കോൺഗ്രസ് ലഭിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി, മുനിസിപ്പാലിറ്റി കിട്ടി. അങ്ങനെ എല്ലായിടത്തും UDF-ൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തുവാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. 1. 2, 3 പതിറ്റാണ്ടിലേറെയായി പല കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് മുടങ്ങിക്കിടന്ന പാർട്ടി ആസ്ഥാനത്തിൻ്റെ പണി പൂർത്തിയാക്കി ഏറ്റവും ഭംഗിയായ രീതിയിൽ ഹൈടെക്കായി തന്നെ ഒരു ഓഫീസ് സ്ഥാപിക്കുവാൻ പ്രിയപ്പെട്ട പാർട്ടിയുടെ സാധാരണ സഹപ്രവർത്തകരുടെ പിന്തുണയോടുകൂടി, പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒരു വലിയ പിരിവോ കാര്യമോ ഒന്നും നടത്താതെ തന്നെ അതിന് സാധിച്ചു. അതോടൊപ്പം തന്നെ CAA ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ജില്ലയിലെ 521 കിലോമീറ്റർ പദയാത്ര നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ വെയിലത്ത് പദയാത്ര നടത്തി. അങ്ങനെ 100 വ്യത്യസ്തങ്ങളായ പരിപാടി, സമരവും നിരന്തര ഉപവാസവും. എന്നുവെച്ചാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഏത് വനിതയ്ക്ക് രാഷ്ട്രീയപരമായി ഉന്നത പദവികൾ, ഏത് പദവിയായാലും, എത്ര ഉത്തരവാദിത്വമുള്ള പദവി കൊടുത്താലും സ്ത്രീക്ക് അത് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് സ്വാനുഭവത്തിലൂടെ ഞാൻ സാക്ഷ്യപ്പെടുന്നു. ശരി, ചിന്തയ്ക്കുണ്ടല്ലോ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ അത് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭാവന എന്താണ് ചിന്തയുടേതായിട്ട് പറയുകയാണെങ്കിൽ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും നേരെ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനുശേഷം ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എൻ്റെ കയ്യിലേക്ക് വന്നതാണ്. ആ സമയത്ത് ഞാൻ ഓരോ വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളുടെ വിഷയങ്ങളും പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ലോകത്താദ്യമായിട്ട് അല്ലെങ്കിൽ രാജ്യത്താദ്യമായിട്ട് ഒരു അദാലത്ത് സംഘടിപ്പിച്ചു. അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് നിയമപരമായി ഇടപെടാൻ കഴിയുന്ന സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകമായൊരു കോളം PSC-ക്കകത്ത് വേണം എന്നുള്ള ശുപാർശ യുവജന കമ്മീഷൻ നൽകുന്നു. അത് ഉത്തരവായി വരുന്നു. അങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ ആദിവാസി ഊരുകൾ
നിരവധി ആദിവാസി ഊരുകളിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാനും അംഗങ്ങളും നേരിട്ടെത്തി. PSC കോച്ചിങ്ങുകൾ ആദിവാസി ഊരുകൾക്കകത്ത് നടത്തി എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് വിളിച്ചാൽ ഇവർക്ക് വരാനായിട്ടൊരു ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അധ്യാപകരുമായി ഊരുകൾക്കകത്തേക്ക് പോയി അവിടെ വെച്ച് തന്നെ കോച്ചിങ് നടത്തുക. അവർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നമ്മളെ വിളിച്ച് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ആ അനുഭവമൊക്കെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് ഏറെ സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. ഇടമലക്കുടി ആദിവാസി ഊരിൽ പോകുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ റോഡ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് കാട്ടുവഴിയിലൂടെ നടന്നാണ് പോയത്. പിന്നീട് അവിടെ റോഡ് വരുന്നു, ഇലക്ട്രിസിറ്റി അവിടുത്തെ ഊരുകളിൽ അനുവദിക്കപ്പെടുന്നു. അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ താമസം, അതിൽ അവരുടെ സമയക്രമത്തെ സംബന്ധിച്ച് പലപ്പോഴും മെൻസ് ഹോസ്റ്റലും വിമൻസ് ഹോസ്റ്റലും തമ്മിൽ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം. എനിക്കൊരു മാധ്യമപ്രവർത്തക തന്നെ ഒരു പരാതി നൽകിയിരുന്നു. അവരുടെ ടൈം ഷെഡ്യൂള് പലപ്പോഴും രാത്രിയൊക്കെ വർക്ക് ആവശ്യമായി വരുന്നു. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ പോലും രാത്രി കയറാൻ കഴിയാത്ത സാഹചര്യം പല ഹോസ്റ്റലുകളിലുമുണ്ട്. അവിടെയെല്ലാം കൃത്യമായി യൂത്ത് കമ്മീഷൻ്റെ ഉത്തരവ് വരികയും അതിൻ്റെ എല്ലാം ഭാഗമായി അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പുതിയ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾക്കകത്തുകൂടി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരി.